കേട്ടോടാ ഐശ്വര്യത്തിന്റെ സംഗീതം. ഈ ശുദ്ധ സംഗീതം ശ്രമിച്ച് ഈ ജർമ്മൻ സംഗീത സാഗരത്തിൽ തീർത്ത് നമുക്ക് അല്പസമയം വിശ്രമിക്കാം. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. ഇത് നിന്റെ കേരളമല്ല, അറബി നാടാ. അറബി നാട്. ആ തലമണ്ട ഇടി വീണാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതിന് ഇന്നലെ രാത്രി ഇടിമഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഡോക്ടർ ഗ്രഹണ സമയത്ത് ആകാശം നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവാം. അങ്ങനെ വന്ന ആള് പോക്ക, അതിന് ചികിത്സയൊന്നുമില്ല. കേരള is for മലയാളം. Malayalam is getting into Malabar. Malabar is getting into Malapur. ഓ പഹയ ഒരു കവിത എഴുതി കൊടുത്ത എനിക്ക് സമയോട്ട് എഴുതിക്കളെ. അത് മതി. നിന്നെ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? Malapur. താൻ കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്ക്? ആ പേര് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇവൻ കുടിച്ച ബ്രാൻഡ് മേടിക്കായിരുന്നു. കനവാണ് കുളിരാണ് മലബാർ. അയ്യോ ഇതെന്ത് ഭാഷ? ലോകത്ത് ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടോ? കാണുമായിരിക്കും. കൽബാണ് മലബാർ. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. കനവാണ് കുളിരാണ് മലബാർ. മലബാർ. കേസ് ഓഫ് ഹാലുസിനേഷൻ കൂടെ കൂടെ വരാറുണ്ട്. കുളിരാണ് മലബാർ. Fight with the words. I am ready here for fight. മലബാർ. കേട്ടില്ലേ? ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. കനവാണ് കുളിരാണ് മലബാർ. എന്ത് കണ്ടിട്ടാണ് ആ സാധനത്തിന് നിങ്ങൾ സെലക്ട് ചെയ്തത്? എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. ഉമ്മ എന്താ ഉമ്മ? അയ്യോ ചേച്ചി. അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയെ വെച്ച് അമിട്ടായിരിക്കണോ? അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേ ഉണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡിയോട് പറഞ്ഞടാ. മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. ഉമ്പി ഉമ്പി ഉമ്പി. സണ്ണി താൻ എന്താ ഉദ്ദേശിക്കണേ? മലബാർ. മലബാർ. ആ സോങ് അല്ല അങ്ങോട്ട് തോന്നിക്കുന്ന രീതിയിൽ ആ സോങ് തന്നെ പാടണം. ഇപ്പം ഈ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് പുള്ളി ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഹലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയാം, അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. 10 വെടി കിട്ടിയാലും ഐ എം ഫ്രം മലബാർ. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? സ്വപ്പ കഞ്ചാവ് അടിച്ചോണ്ട് എഴുതിയതാ. തുണി തിരിയിക്കോ. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി.